ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ഇറാൻ പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ടെഹ്റാനിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. IPL എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളുൾപ്പെടെ പ്രചാരണത്തിൽ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6-7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ബസ്തി, ശ്രാവസ്തി ജില്ലകളിലും പശ്ചിമ ഡൽഹിയിലും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ പശ്ചിമ ബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഹരിയാനയിലെ മഹേന്ദ്രഗഡ്, കർണാൽ, കുരുക്ഷേത്ര മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലെ സോനിപട്ടിലും ഛർക്കി, ദാദ്രി ജില്ലകളിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രചാരണ റാലിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സംബന്ധിക്കും. 6ാം ഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ചയും അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നുമാണ്. 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കശ്മീരിലെ മികച്ച പോളിംഗ് ശതമാനം ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കശ്മീരിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് 40 വർഷത്തെ പോളിംഗ് ശതമാനം ഭേദിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ നാണയപ്പെരുപ്പം മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ടെഹ്റാനിലേക്ക് യാത്ര തിരിച്ചു. ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ ഇന്ത്യ ഇന്നലെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തിയിരുന്നു. ഞായറാഴ്ചയാണ് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ വടക്ക് പടിഞ്ഞാറൻ ഇറാൻ മേഖലയിൽ തകർന്നു വീണത്. പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സമുദ്ര സംബന്ധമായ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലായ്പ്പോഴും സജ്ജരായിരിക്കേണ്ടത് നാവികസേനയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. ന്യൂഡൽഹിയിലെ നാവിക ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആത്മനിർഭരത ഉറപ്പാക്കുന്നതിൽ നാവികസേനയുടെ പ്രതിബദ്ധത വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമുദ്രമേഖലയിൽ നിലവിലുള്ളതും ഉയർന്നുവരുന്നതുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് ആഭ്യന്തരമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനും മുൻഗണന നൽകണമെന്നും നാവികസേനാ മേധാവി നിർദ്ദേശിച്ചു. സേനയിലെ ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധത്തെയും തൊഴിൽ നൈപുണ്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. മഴ ശക്തമായ സാഹചര്യത്തിലും മൺസൂൺ എത്തുന്ന സാഹചര്യത്തിലും ആരോഗ്യവകുപ്പിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിക്കും. കടുത്ത വേനലിൽ നിന്നും മഴയിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ജലജന്യ രോഗങ്ങൾ എന്നിവ വളരെയേറെ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നും, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെയും ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വടക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇടുക്കി ജില്ലയിൽ നേരിയ തോതിൽ മാത്രമാണ് മഴ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിനിടെ ജില്ലയിൽ ലഭിച്ചത് 3.34 മില്ലിമീറ്റർ മഴയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഹൈറേഞ്ചിൽ ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇടുക്കിയിൽ ഇന്ന് ഉച്ചവരെ ഒരിടത്തും മഴ പെയ്തിട്ടില്ല. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെയും നേരിയ മഴ മാത്രമാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിനിടെ ജില്ലയിൽ ലഭിച്ച ശരാശരി മഴ 3.34 മില്ലിമീറ്ററാണ്. പീരുമേട് താലൂക്കിൽ ലഭിച്ച 8.8 മില്ലിമീറ്ററാണ് ഉയർന്ന നിരക്ക്. ദേവികുളത്ത് 6.4 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇടുക്കിയിൽ 0.4 മില്ലിമീറ്ററും തൊടുപുഴയിൽ 0.6 മില്ലിമീറ്ററും മഴയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഉടുമ്പൻചോലയിൽ മഴ പെയ്തിട്ടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ രാത്രി യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ആളിയാർ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതിനാൽ മൂലിത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ക്രമാതീതമായി തുറക്കേണ്ടി വരുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതുമൂലം ചിറ്റൂർ പുഴയിൽ വെള്ളത്തിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ടെന്നും പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും കോസ്വേയിലൂടെ സഞ്ചരിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 10 ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. 17 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഘാട്ട് കോപ്പർ പരസ്യ ബോർഡ് അപകടക്കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പരസ്യ ബോർഡിന് ഉത്തരവാദിയായ കമ്പനി ഉടമയുടെ വസതിയിൽ പരിശോധന നടത്തിയതായി SIT ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് കമ്പനി ഉടമ ഭവേഷ് ഭിഡയെ മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 13-നാണ് മുംബൈയിലെ ഘാട്ട് കോപ്പർ പ്രദേശത്തെ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡ് തകർന്നു വീണ് അപകടമുണ്ടായത്. ഡൽഹിയിൽ ജലക്ഷാമം സൃഷ്ടിക്കാൻ BJP ഗൂഢാലോചന നടത്തുന്നതായി ആരോപിച്ച് ആം ആദ്മി പാർട്ടി യമുന നദിയുടെ ഡൽഹിയിലേക്കുള്ള നീരൊഴുക്ക് ഹരിയാന സർക്കാർ തടയുകയാണെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി മുതിർന്ന AAP നേതാവ് അതിഷി ന്യൂഡൽഹിയിൽ ആരോപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയികളാകും വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുക. ഇന്നലെ നടന്ന ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടി. ജമ്മു കാശ്മീരിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു. ജമ്മുവിലെ ഉയർന്ന താപനില ഈ മാസം അവസാനത്തോടെ 44 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മുവിൽ പകൽ താപനില 41 ഡിഗ്രി മുതൽ 42 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. രാജസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിലും അടുത്ത 3 ദിവസത്തേക്ക് കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും പകൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 127 പോയിന്റ് നേട്ടത്തിൽ 74,080-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,566-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 54,640 രൂപയും ഗ്രാമിന് 6,830 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള സാമ്പത്തിക ഫോറത്തിന്റെ വിനോദസഞ്ചാര വികസന സൂചികയിൽ മെച്ചപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. 2021-ൽ 54-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇത്തവണ 39-ാം സ്ഥാനം കരസ്ഥമാക്കി. ദക്ഷിണേഷ്യയിലെ ഇടത്തരം സാമ്പത്തിക രാജ്യങ്ങളിൽ ഉയർന്ന സ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റം ആഗോള വിനോദസഞ്ചാര മേഖലയിലെ രാജ്യത്തിന്റെ വളർച്ചയുടെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. 2000 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പരിസ്ഥിതിയെക്കുറിച്ചും ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 6ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ഇറാൻ പ്രസിഡന്റിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ടെഹ്റാനിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. IPL എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.